കോൺഗ്രസ് നേതാവ് കെ മുരളീധരന് വായടപ്പൻ മറുപടിയുമായി ഡോക്ടർ ജോ ജോസഫ് രംഗത്ത് വന്നിരിക്കുകയാണ്. തൃക്കാക്കരയിൽ മത്സരിപ്പിച്ച് ഒരു ഡോക്ടറെ വഴിയാധാരമാക്കിയില്ലേ എന്ന പരിഹാസത്തിനാണ് അദ്ദേഹം ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നത്. തോൽവിയിലൂടെ അക്ഷരാർത്ഥത്തിൽ കെ മുരളീധരൻ വഴിയാധാരമായത് 7 തവണയാണ് എന്ന് ചൂണ്ടിക്കാട്ടിയ ഡോക്ടർ ജോ ജോസഫ് മുരളിയുടെ മറ്റ് വഴിയാധാരമാകലുകളുടെ ചരിത്രവും വിശദീകരിച്ചു തന്നിരിക്കുകയാണ്. ലോക്സഭയിലേക്ക് 4 പ്രാവശ്യവും നിയമസഭയിലേക്ക് 3 പ്രാവശ്യവും മുരളീധരൻ തോറ്റിട്ടുണ്ട്. 96-ൽ കോഴിക്കോട് ലോക്സഭാ സീറ്റിൽ 38,703 വോട്ടിന് MP വീരേന്ദ്രകുമാറിനോട് തോറ്റാണ് മുരളീധരൻ വഴിയാധാരമാകലുകളുടെ തുടക്കം തന്നെ. അങ്ങയുടെ അവസാനത്തെ തോൽവിയാണ് ഏറെ വിഷമിപ്പിച്ചത്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ അങ്ങ് തോറ്റ് വഴിയാധാരമായത് 84,663 വോട്ടിനാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ പിന്നിൽ കിടന്നിരുന്ന BJP അധികാരത്തിന്റെ സപ്രമഞ്ച കട്ടലിൽ കിടത്താനായി അങ്ങ് ആഞ്ഞു പരിശ്രമിച്ചപ്പോൾ അങ്ങയുടെ സ്ഥാനം 3ാമതാവുകയായിരുന്നു. വടക്കാഞ്ചേരി ഉപതെരഞ്ഞെടുപ്പിൽ അങ്ങ് തോറ്റ് വഴിയാധാരമായതിനേക്കാൾ ദയനീയമായ മറ്റൊരു വഴിയാധാരമാകൽ കേരള രാഷ്ട്രീയ ചരിത്രത്തിലില്ല. ആ തോൽവിയിലൂടെ അങ്ങ് സൃഷ്ടിച്ച 4 റെക്കോർഡുകൾ 21 വർഷത്തിന് ശേഷവും ആർക്കും തകർക്കാനും സാധിച്ചിട്ടില്ല. പിന്നെ ഞാൻ പ്രൊഫഷണലി വഴിയാധാരമായി എന്ന് കരുതുന്നുണ്ടെങ്കിൽ അതിന്റെ വസ്തുതകൾ പരിശോധിക്കാൻ ധാരാളം മാർഗങ്ങളുണ്ടല്ലോ. സ്വന്തം സ്റ്റാഫിന്റെ അമ്മയുടെ ചികിത്സാർത്ഥം മുരളീധരൻ എന്നെ വിളിച്ചത് ഒരുപക്ഷെ മറന്നുപോയിട്ടുണ്ടാവാം. അങ്ങ് പല പ്രാവശ്യം തോറ്റത് കൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ അങ്ങയുടെ സ്റ്റാഫിൽ ഉണ്ടോ എന്നും എനിക്ക് അറിയുകയില്ല. അതോ അങ്ങയുടെ തോൽവികൾ മൂലം അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെട്ടോ എന്നും അറിയില്ല. പിന്നെ സാമ്പത്തികമായി ഞാൻ വഴിയാധാരമായി എന്നാണ് അങ്ങ് ഉദ്ദേശിച്ചതെങ്കിൽ അങ്ങേക്ക് തെറ്റിയിരിക്കുകയാണ്. ഏതെങ്കിലും ഓൺലൈൻ വാർത്തകളാണ് ആധാരമെങ്കിൽ അങ്ങയുടെ ക്രെഡിബിലിറ്റി ഇത്ര മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് പാരമ്പര്യമായി കിട്ടിയ സ്വത്തിന്റെ ആധാരം വീട്ടിലുണ്ട്. ഇലക്ഷന് മുൻപോ പിൻപോ 1 ഇഞ്ച് പോലും വിറ്റിട്ടുമില്ല. മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്മാരകം ഉണ്ടാക്കാൻ കൊടുത്തിട്ടുമില്ല. പിന്നെ അങ്ങയുടെ അത്രയും ഗതികേട് ഉണ്ടായ ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടാകുമോ? 2008 ഏപ്രിൽ 12-ലെ ഫ്രണ്ട് ലൈനിൽ വന്ന ലേഖനത്തിൽ തന്നെ വഞ്ചിച്ചു എന്ന് അങ്ങ് പറഞ്ഞത് അങ്ങയുടെ പിതാവിനെ കുറിച്ചാണ്. 16 വർഷത്തിനിപ്പുറം അങ്ങ് വഞ്ചിച്ചു എന്ന് പറയുന്നത് അങ്ങയുടെ സ്വന്തം സഹോദരിയെ കുറിച്ച് തന്നെയാണ്. വഴിയാധാരമാക്കലിൽ അങ്ങയുടെ മറ്റൊരു നേട്ടമാണ് DIC. അങ്ങയാൽ വഴിയാധാരമായ ഒരു രാഷ്ട്രീയ കക്ഷി. ഇത്രയും ഗതികേടുണ്ടായ മറ്റൊരു രാഷ്ട്രീയ കക്ഷി കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? IMAയോട് അങ്ങ് ഒരു അഭ്യർത്ഥന നടത്തുന്നതായി കണ്ടു. അതിനെ ചാനൽ മൈക്കുകൾക്ക് മുമ്പിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. സ്വന്തം അളിയന്റെ ഫോൺ നമ്പർ മൊബൈലിൽ നിന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അങ്ങേക്കൊന്ന് വിളിച്ച് ഇത്തരത്തിൽ ഒരു പ്രത്യേക പ്രമേയം പാസ്സാക്കാൻ ആവശ്യപ്പെടാമായിരുന്നു. കാരണം കേരളത്തിലെ IMAയുടെ തലമുതിർന്ന നേതാക്കന്മാരിൽ ഒരാളാണല്ലോ അദ്ദേഹം. താൻ മുരളി മന്ദിരത്തിലേക്ക് വരില്ല എന്ന് പറഞ്ഞ് മുരളി മന്ദിരത്തെ അങ്ങ് വഴിയാധാരമാക്കിയെങ്കിൽ വഴിയാധാരമാകില്ല എന്ന് ഉറപ്പുള്ളത് അവിടുത്തെ 2 കല്ലറകൾക്ക് മാത്രമാണ്. കാരണം സംഘികൾ ചേർത്ത് പിടിച്ചോളാം എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നും ഡോക്ടർ ജോ ജോസഫ് മറുപടി പറഞ്ഞിരിക്കുകയാണ്.